ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിയണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഈ കാര്യം ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു കാര്യമാണ്. ഒരു വർഷം മുൻപ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നു ചേർന്ന അനു മാഡം മറ്റുള്ളവരെ പഠിപ്പിച്ചതുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയാൻ കഴിവുണ്ടാക്കിയിട്ടുണ്ട്. ആ മാഡം മറ്റുള്ളവരെ പഠിപ്പിക്കാനും മാഡത്തിൻ്റെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനും മാഡം എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ ഈ വീഡിയോ, ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കുക. അത് മാഡം ഒരു വലിയ അച്ചീവ്മെൻ്റാണ് നേടിയെടുത്തിട്ടുള്ളത്. മാഡം സ്വയം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഫ്ലുവൻസിയും കോൺഫിഡൻസും ഡെവലപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ധാരാളം പേരെ പഠിപ്പിക്കുകയും മറ്റുള്ളവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസും ഫ്ലുവൻസിയും നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മാഡം ധാരാളം പേരെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. മാഡത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ താഴെ കാണുന്നതാണ്. ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ ആദ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്ത, അതായത് പ്രാക്ടീസ് ചെയ്യാൻ വന്ന സമയത്ത് ഒട്ടും അറിയത്തില്ല. അപ്പം പലരും എന്നോട് ചോദിച്ച് എഴുതി പഠിച്ചവരുണ്ട്, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് ഒരു ആളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം പറയുക, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ, ചെറിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ വിശേഷങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുക, അതായിരുന്നു ആദ്യത്തെ മെത്തേഡ്. അതെല്ലാവർക്കും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് എല്ലാവരും അതിൽ നല്ല പോളിഷ് ചെയ്തു. അതിനുശേഷം ഡെയിലി ബേസിൽ നമ്മൾക്ക് സംസാരിക്കാം. ഇപ്പൊ ഇന്നത്തെ ഒരു വിശേഷം പറയണമെങ്കിൽ നമുക്ക് പ്രസന്റ് ടെൻസിൽ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ പ്രസന്റ് ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രസന്റ് ടെൻസിലെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ സ്ട്രക്ചർ, ഗ്രാമാറ്റിക്കലി ഉള്ള ചെറിയ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ കുറച്ചുണ്ട്, ടെൻസിന്റെ മെത്തേഡ്സുകളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ആ ഡെയിലി ഞാൻ ആ രീതിയിലാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ സംസാരിക്കണം, അപ്പൊ അത് പാസ്റ്റിലെ റൂൾ ഉണ്ട്, ഗ്രാമർ റൂൾസ്. ഫ്യൂച്ചറിൽ പറയുമ്പോൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കേണ്ട ഫ്യൂച്ചറിലെ ചില റൂൾസ് ഉണ്ട് ഗ്രാമാറ്റിക്കലി. അപ്പൊ ഇത് വേർതിരിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അവൻ ഇന്നലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മെത്തേഡ് ഉപയോഗിക്കും. ഇന്നത്തെ കാര്യങ്ങൾ ആ രീതിയിലുള്ള മെത്തേഡുകൾ, അതായത് ഗ്രാമർ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നാളെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം നാളത്തെ കുറിച്ച്, ആ ഫ്യൂച്ചർ അതെങ്ങനെ പറയണം. അപ്പൊ ഈ മെത്തേഡാണ് എനിക്കായിട്ട് ഞാൻ ഫോം ചെയ്താണ് ഈ മെത്തേഡ്. അതിനുശേഷം എനിക്കൊരു ഐഡിയ, കാരണം എനിക്ക് ഒട്ടും അറിയില്ല, ഞാനൊരു സെൽഫ് സ്റ്റഡി നടത്തിയ ഒരാളാണ്. എങ്ങും പോകാതെ, ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഏജൻസി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിക്കാതെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അതിലിപ്പം വലിയ അഡ്വാൻസ്ഡ് ലെവൽ വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല സാറേ. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, അതായിരുന്നു എന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്, അതായിരുന്നു. അപ്പൊ ഞാൻ അത് ഡെവലപ്പ് ചെയ്തപ്പോ എനിക്ക് വർക്ക്ഔട്ടായി കഴിഞ്ഞു. ഞാൻ പിന്നീട് സാറിലേക്ക് എത്തിയതിനു ശേഷമാണ്, സത്യം പറഞ്ഞാല് സാറിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കണം ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. അതിനു മുമ്പ് ഞാനൊരു സാധാരണ വീട്ടമ്മ ആയതുകൊണ്ട് ആ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ സാറിന്റെ വീഡിയോ യാദൃച്ഛികമായിട്ട് ഞാൻ കണ്ടതിന് ശേഷമാണ് സാറിന്റെ സംസാരം, ആ സാധാരണ രീതിയിലുള്ള സാറിന്റെ സംസാരം, സാറിന്റെ കൂടെ വന്നിരുന്ന ആളുടെ സംസാരം കണ്ടപ്പോ എനിക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു സാറിന്റെ വീഡിയോ ആയിട്ട് അതിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് എനിക്കും ഇംഗ്ലീഷിനോട് ഒരു താല്പര്യം ഉണ്ടായത്. ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത്ര കാര്യമാക്കിയില്ല, കാരണം നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിയില്ല, അതുകൊണ്ട് കാര്യമാക്കിയില്ല. പക്ഷെ സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ആളുകളുമായിട്ടൊക്കെ ഒന്ന് രണ്ടു പേര് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം കൊള്ളാമല്ലോ, ഇംഗ്ലീഷ് രസമാണല്ലോ, സംസാരിക്കാൻ നല്ല സുഖമുള്ള കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെയാണ് ആദ്യം ഒരു രീതിയിൽ വന്നെങ്കിലും പിന്നീട് കൂടുതൽ താല്പര്യമുണ്ടായി. ഓക്കെ, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, മാഡം എന്നെ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ എത്ര മാസമായിട്ടുണ്ടെന്ന് ഒരു ഏകദേശം ഓർമ്മയുണ്ടോ? സാറ് എനിക്ക് തോന്നുന്നത് ഒരു മാർച്ച് ഏപ്രിൽ, ഈ ഒരു വെക്കേഷൻ സമയത്താണ് ഞാൻ സാറിനെ കഴിഞ്ഞ വർഷത്തെ, അതായത് ലാസ്റ്റ് ഇയർ വെക്കേഷൻ, ആ സമയത്താണ് സാറിനെ എന്താണെങ്കിലും പരിചയപ്പെട്ടത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഈ വർഷത്തെ വെക്കേഷൻ ടൈമാണ്. അപ്പൊ നമുക്ക് ഒരു വർഷമായി പരിചയപ്പെട്ടിട്ടൊന്ന് കൂട്ടാം അല്ലേ? തീർച്ചയായിട്ടും, അതെ, 1 ഇയർ ആനിവേഴ്സറി ആണത്. ഓക്കെ, അപ്പൊ ഇനി വേറെ ചോദ്യങ്ങളുണ്ട്. ഈ എന്നെ പരിചയപ്പെടുന്നതിന് മുൻപ് എവിടെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതാണ് സാർ
നേരത്തെ പറഞ്ഞിരുന്നത്, യാതൊരു വിധത്തിൽ ഇംഗ്ലീഷുമായിട്ട് യാതൊരു വിധത്തിൽ ബന്ധം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു ഏജൻസി ആയിട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ആയിട്ടോ ഒരു സ്പോക്കൺ ക്ലാസ്സുമായിട്ടോ ഒരു റിലേഷൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ. കാരണം അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല, സത്യം അല്ല, അങ്ങനെ ഒരു ആഗ്രഹം. സാറിന് അറിയാം, സാറിനെ സമീപിക്കുന്ന നല്ലൊരു പെർസെന്റേജ് ആളുകളും എനിക്ക് ചെറുതിലേ മുതൽ ചൈൽഡ്ഹുഡ് അംബീഷനാണ് എനിക്ക്, അങ്ങനെയല്ലേ സാറുമായിട്ട് എല്ലാരും പറയുന്നേ. അതെ അതെ അതെ. അത് അങ്ങനെ ഒരു ഈ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നതാണോ? ഇല്ല സാറേ, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ചെറുപ്പത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം എന്താണെന്നുള്ളതാണ്. അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോ, സാറിന്റെ വീഡിയോ യാത്ര ചെയ്യാൻ കണ്ടതാണ്. കണ്ടപ്പം അതിൽ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയത് കൊണ്ട് ആ വീഡിയോ ഞാൻ കണ്ടു, സാറിന്റെ വീഡിയോ കണ്ടു. സാറ് ആരുമായിട്ടാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ ലത്തീഫ് ഇക്കാരാണോ മറ്റാരാണോ എന്ന് ഓർക്കുന്നില്ല, ആരുമായിട്ട് ഒരു വീഡിയോ കണ്ടപ്പോ അത് സാറിന്റെ ഫുൾ വീഡിയോ ഞാൻ കണ്ടു. അത് ആ വീഡിയോ കാണുന്ന പോലെ ഒരു ആ രീതിയായിരുന്നു ഞാൻ കണ്ടത്. ഓക്കെ ഓക്കെ. ഞാൻ ഇനി വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു കൊല്ലമായി എന്നെ പരിചയപ്പെട്ടിട്ട് അതിനുശേഷം നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ എന്നെ വിളിച്ച് എൻ്റെ കൂടെ ഇംഗ്ലീഷ് ഇതേവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സെൽഫ് സ്റ്റഡി നിങ്ങൾ തനിയെ നടത്തി എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തിയതെന്ന് ഒന്ന് ചുരുക്കി പറയാമോ? അതാണ് ഞാൻ പറഞ്ഞത്. സെൽഫ് സ്റ്റഡി എന്ന് വെച്ചാൽ പ്രാക്ടീസ് ഞാൻ ചെയ്യുന്നതിന് മുന്നേ സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡെയിലി ബേസിലെ കാര്യങ്ങൾ പറയുന്നത്, പാസ്റ്റിൽ നമ്മുടെ കഴിഞ്ഞ പോയ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ സംസാരിക്കാം, ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ സംസാരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, സ്പോക്കണിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനൊന്ന് അതിനുവേണ്ടി കണ്ടു കേട്ടോ. ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, കുറെ കാര്യങ്ങളൊക്കെ ഗ്രാമറുകളൊക്കെ പരിശോധിച്ചു മീൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്തത് എന്റെ കുട്ടികളുടെ ബുക്ക് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ് ഐഡിയ. അപ്പൊ ഈ ഐഡിയാസ് എല്ലാം സ്വന്തമായിട്ട് വന്നിട്ടുള്ള ഐഡിയാസ് ആണ് അല്ലേ? 100% സ്വന്തമായിട്ട് മാത്രമാണ്. ആദ്യം എന്റെ കുട്ടികളുടെ ചെറിയ ബുക്കുകൾ, അതായത് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചപ്പോ അവർക്ക് ഗ്രാമർ ബുക്കുകൾ ഉണ്ടായിരുന്നു, ലേണേഴ്സ് ഇൻ ഗ്രാമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത ഷെൽഫിൽ പോയി ആ ബുക്കുകൾ ഉണ്ടോന്നും പരിശോധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അങ്ങനെ ഒരു നമ്മുടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അവരിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, ഒരു ഗ്രാമർ ബുക്ക് സ്കൂളുകളിലൂടെ പഠിപ്പിച്ചിരുന്നു. എന്റെ കുട്ടികളെ CBSE ആണ് കുട്ടികൾ പഠിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഞാനാണ് കുട്ടികളെ പഠിപ്പിച്ചതൊക്കെ. അപ്പൊ എന്റെ ഒരു ഓർമ്മ, കുട്ടികളെ പഠിപ്പിച്ച ആ ഒരു ഇംഗ്ലീഷ് ബുക്ക്, ഗ്രാമർ ബുക്ക് എടുത്താൽ എനിക്ക് കുറച്ച് ഐഡിയാസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ആ ബുക്ക് ഞാൻ തേടി പിടിച്ച് അന്വേഷിച്ച് അത് കണ്ടുപിടിക്കുകയും അതിലെ ആ റൂൾസ് ഒക്കെ, അതായത് ഗ്രാമറുകൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിന് പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ സാറിന്റെ ഗ്രൂപ്പിൽ ഒന്ന് പോളിഷ്, അല്ല ഇത് ഇംപ്രൂവ് ചെയ്യണമല്ലോ, വെറുതെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്റെ ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ വിളിച്ച് സംസാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളുകളെ വിളിച്ചിരുന്നോ സംസാരിക്കാനായിട്ട്? സാറേ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം അതിന്റെ ഇടയ്ക്ക് ഇത് ഒന്നും പറയാതെ നമ്മൾ ഒരാൾ ഫോൺ ചെയ്ത് കഴിയുമ്പോ നമ്മൾക്ക് പറയാൻ ഒരു വാക്കെങ്കിലും അറിഞ്ഞെങ്കിലും ഫോൺ ചെയ്തിട്ട് കാര്യമുള്ളല്ലോ സാറേ. അല്ലാതെ ഫോൺ എടുത്തിട്ട് ഹലോ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. അവര് ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ലെങ്കിൽ അതൊരു എനിക്കങ്ങനെ തോന്നി ബോറാകുമല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ഇത് പഠിച്ച് 1-2 കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് നോക്കി, അതായത് ഈ കുട്ടികളുടെ ബുക്ക് നോക്കിയതിന് ശേഷം ഞാൻ ഫോൺ ചെയ്തു സാറിന്റെ അവരെ ഫോൺ ചെയ്തു, അതായത് പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ. ആ സമയത്താണ് ഈ ഇരിക്കുന്ന പലരിലെയും ഞാൻ പരിചയപ്പെട്ടത്. മാഡം, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. മാഡം എന്നെ സമീപിച്ചപ്പോൾ ഞാൻ മാഡത്തിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഗ്രാമർ പഠിച്ചതിന് ശേഷം ഈ ഗ്രാമർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ് നിങ്ങൾ തുടങ്ങിയത്? അതിനുശേഷമാണ് ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തനിയെ പഠിച്ചു, സെൽഫ് സ്റ്റഡി നടത്തി. അതിനുശേഷമാണ് സാറിന്റെ ഗ്രൂപ്പിൽ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു, ഇല്ലാന്നല്ല, സാറിന്റെ ഗ്രൂപ്പിൽ ഞാൻ വരുമായിരുന്നു. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടണമല്ലോ. അപ്പം വിളിച്ചിട്ടാണ് സാറിന്റെ ഈ ഞാൻ പറഞ്ഞ ഇവരൊക്കെ ഞാൻ കണ്ടുമുട്ടിയത്. അപ്പൊ ഇവരെല്ലാവരും എന്നെ പോലെ തന്നെ ഉള്ളവരാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒട്ടും അറിയില്ല, പക്ഷെ ഭയങ്കര നല്ല ആഗ്രഹമുണ്ട്. ബേസിക് ആയിട്ട് പേര് ചോദിച്ചാൽ, അല്ലെങ്കിൽ മൈ നെയിം ഈസ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ അതിന് പറയാനൊക്കെ മാത്രമേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക്
ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയി എന്ന് പറയാൻ പോലും അറിയില്ല ആർക്കും. ആ ഒരു അറിയില്ല, അതെനിക്കും അറിയില്ല. കാരണം അവിടെ റൂളൊക്കെ വേറെയാണല്ലോ, പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാനൊരു ഐഡിയ എനിക്ക് തോന്നി, സാറേ എന്നാ പിന്നെ സാറാണ് നല്ല എനിക്ക് എന്താ പറയാ ഒരു മോട്ടിവേഷൻ തന്നത്. ആദ്യമായിട്ട് ഞാൻ സാറുമായിട്ടാണല്ലോ സംസാരിച്ചത്. ആദ്യത്തെ എന്റെ ഇംഗ്ലീഷ് സംസാരം എന്ന് പറഞ്ഞാൽ സാറുമായിട്ടായിരുന്നു. അതിനുശേഷമാണ് ഒരുവൊക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അന്നേരം കുറച്ച് തട്ടിമുട്ടി പറഞ്ഞു, സാറിനോടും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് മലയാളത്തിലായിരുന്നു പറഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ, സാറും കൂടെ പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോ ഈ ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, എന്നെ പോലും അറിയാത്ത ആരെങ്കിലും കണ്ടുമുട്ടുവാണെങ്കിൽ ചേർത്ത് വെച്ച് ഒരു ഗ്രൂപ്പ് വല്ലതും ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് പഠിക്കാം. ഞാനും അവരോടൊപ്പം പഠിക്കാം, അവരും എന്നോടൊപ്പം പഠിക്കാം. അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതും ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയതും. ചെറിയ ചെറിയ ഗ്രാമറുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഗ്രാമർ ഇല്ലാതെ പഠിച്ചിട്ടില്ല, ഗ്രാമർ ആയിരുന്നു ഞങ്ങൾ പഠിച്ചത്. അനു മാഡം, ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു വലിയ പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾക്കും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, നിങ്ങളെ പോലെ തന്നെ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരെ വിളിച്ചു കൂട്ടി അവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുത്തു, അവരോടൊപ്പം സംസാരിച്ചു. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനും ഇതേപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരാളാണ്. 60ാമത്തെ വയസ്സിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. 60 വയസ്സ് വരെ എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഞാനും ചെയ്ത മെത്തേഡ് ഇതാണ്. എന്നെ പോലെ തന്നെ അറിയാത്ത കുറെ സുഹൃത്തുക്കളെ എറണാകുളത്ത് ഒരു ക്ലാസ് റൂമിൽ വിളിച്ചു കൂട്ടി അവരോടൊപ്പം സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാനും സംസാരിച്ചിരുന്നത് വെറും പൊട്ട ഇംഗ്ലീഷ് എന്ന് തന്നെ പറയാം. ഇംഗ്ലീഷിൽ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയാം. ബ്രോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു പോയിന്റ്, തുടങ്ങുമ്പോൾ നമ്മൾ ബ്രോക്കൺ ഇംഗ്ലീഷ്, മലയാളത്തിൽ പറഞ്ഞാൽ പൊട്ട ഇംഗ്ലീഷ് പറയാൻ തയ്യാറാവണം. അങ്ങനെ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞാണ് നല്ല ഇംഗ്ലീഷിലേക്ക് വരുന്നു എന്നുള്ളൊരു ആശയം പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ മാഡത്തിന് അത് മനസ്സിലായി. അതുകൊണ്ട് മാഡം പൊട്ട ഇംഗ്ലീഷ് പറയാൻ റെഡിയായ കുറെ സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു വിജയമാണ് ഇപ്പോൾ കാണുന്നത്. മാഡത്തിൻ്റെ ഒപ്പം എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഏതായാലും നല്ലൊരു എണ്ണം ആളുകൾ മാഡത്തിൻ്റെ ഒപ്പം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മറ്റുള്ളവരോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? അവരോട് ഹാൻഡ് ഓവർ ചെയ്യാം, അവർ ഇനി സംസാരിക്കട്ടെ ഓരോരുത്തരായിട്ട്. അതെ, നെക്സ്റ്റ് ആർക്കാണ് സംസാരിക്കാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് ഹലോ എന്ന് പറഞ്ഞ് വരിക. ഹലോ. Okay. I am Omena from Thrissur. Okay, madam, you can speak. If you wish, you can speak in English, or if you want to speak in Malayalam, you can speak in Malayalam. Okay, madam. ആദ്യം തന്നെ സാറിനോട് നന്ദി പറയാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി തന്നെ. ഓക്കെ മാഡം. മാഡം എങ്ങനെയുണ്ട്, ഇംപ്രൂവ്മെന്റ് എങ്ങനെയുണ്ട് മാഡത്തിന് വന്നതിന് ശേഷം? കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ടെൻസ് ഒക്കെ നന്നായി പഠിച്ചു. സെന്റൻസ് കുറച്ചെങ്ങനെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അനു മാഡത്തിന്റെ ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാഡത്തിന് എന്താണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയാമോ? എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അനു മാഡത്തിന്റെ കൂടെ. ഞാൻ ഫസ്റ്റില് ദീപാമ്മന്റെ ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്തത്. ദീപാമ്മ പിന്നെ അവിടുന്ന് വേറെ ഏതോ ഒരു ജയരാജ് സാർ അങ്ങോട്ട് ക്ലാസ് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനു മാഡത്തിന്റെ കൂടെ നിന്നു. അപ്പൊ ഓരോ ക്ലാസ് കേൾക്കുന്തോറും എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഓക്കെ മാഡം. ഇപ്പോ മാഡം ഡെയിലി എത്ര പേരെ വിളിക്കാറുണ്ട് ഫോണില്? ഇപ്പൊ ഞാൻ 2-3 പേരെ ദിവസം വിളിക്കും. Okay, madam, can you tell me something about your fluency, and are you confident and are you fluent now? That is my question. A little confident I got. Okay. Do you find any difficulty to talk with a person in English? English കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് മലയാളമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. Okay, that is good. Okay, now we can move to the next person. ആർക്കെങ്കിലും അടുത്ത ആൾക്ക് വരാം. മൈക്ക് ഓമന മാഡം മൈക്ക് ഓഫ് ചെയ്തോളൂ. അടുത്ത ആളാണ് സംസാരിക്കണമെന്നുള്ള ആരെങ്കിലും?
നിഷ സാമുവലിന്റെ ഫ്രണ്ടും കൂടിയാണ് നിഷ സാമുവൽ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഐ നോ നിഷ വെരി വെൽ. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് സർ. ഹലോ, ആരാണ്? സ്ഥലം എവിടെയാണ്? I am from Kannur. Okay. And now living in Mumbai. A native place Kannur. Kannur. Okay. Are you a working person? Now, no, sir. Okay. Okay. I worked in Okay. 11 years in Mumbai. Okay. Are you a retired person? Yes, sir. Okay. Okay. Retired means our office is closed, sir. Okay. Oh, no problem. Okay, madam. And do you call other members in our WhatsApp group? And do you practice English daily? Yes, sir. Anu's class joined before Josmohan sir's YouTube's videos I watched. Okay. After Anu called me. Okay. And joined. Okay. Okay. Very good. This group. Okay. Do you want to say any point? Very important point. Do you want to say anything? If you want, you can speak in Malayalam also. Yes. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ. First of all, I very thankful, sir. Okay. Sir's class when I joined, I am very happy, sir. Okay, nice. So ഞങ്ങൾ അടുത്ത ആളിലേക്ക് മാറിക്കോട്ടെ, അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കട്ടെ. Yes, sir. ഓക്കെ, അടുത്ത ആർക്കെങ്കിലും മൈക്ക് ഓപ്പൺ ചെയ്യാം, പേര് പറയാം, സംസാരിക്കാം. Come on. Okay, sir. I am Hasina. Okay, Hasina. Yesterday I spoke with sir. Oh, Hasina. Okay. I think you are calling all members every day. You are calling. Okay. Okay. Yeah, sometimes I call others, sir. Okay. So you have to continue this, and if you continue this for a long time, you can speak very good English. Okay. Yes, sir. Of course. So what do you want to say? Do you have any points to share? Yeah, yes, sir. I joined my free time. I watched so many vloggers YouTube channel. That time I saw sir's channel. Mm-hmm. Then after I decided I can speak in English. I can study in English. English language is very nice language. Josmohan sir and OK Lepti sir together conversation. I really liked it. That time I decided. Okay, very good. Then that time I didn't know about English language. Okay. And grammar also. Your nice conversation when I saw. I decided I can speak in English. That time 1 week I joined Josmohan sir group. That time 1 week after Anu called me. That time I joined Anu's group. Very good. That time I didn't speak in English. I know something also. Oh. Only that new sentence also I studied sir's and Anu's group, sir. Very good, very good. Okay, Hasina, now I noticed that you are speaking English in a fluent manner. Without breaking, you can speak English. That is a great achievement. Yeah. Okay. And you have to polish your English again and again. For that, you have to work hard. You have to speak with more people. And you can improve your English. And later we can polish your English. I will teach you some techniques to polish your English. You can speak English just like native speakers or foreign speakers. Okay. Okay. Yeah, I joined sir's group first time global group. So 10 or 50 members I had called, sir. Very good, very good. Okay. Now is 1 or 2 members I call. Okay, don't worry about that. Even if you are calling only 1 or 2 people, that is good. I can say, sir, Anu is very helped for us. Very good. Yes. So many usages Anu taught for us. Okay. Asina, നമുക്കിപ്പോൾ ഇത് മറ്റുള്ളവർക്കും ചാൻസ് കൊടുക്കാം.
അതുകൊണ്ട് Okay, sir. ഹസീന, വി ക്യാൻ കൺക്ലൂഡ്. ആൻഡ് വേറൊരു ദിവസം നമുക്ക് ഈ അനുവിൻ്റെ ഗ്രാമർ ക്ലാസ് നമുക്കൊന്ന് കേൾപ്പിക്കാം. ഇന്നിപ്പോൾ Okay, ഗ്രാമർ sir. ക്ലാസ് ഇല്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നെക്സ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്? പേര് പറഞ്ഞിട്ട് സംസാരിക്കാൻ വരാം. Good evening, sir. ഗുഡ് ഈവനിങ്. Okay. So many times I had called Joswan sir, Okay. but I didn't. Okay. So what is your opinion about Anu's grammar class? Yes, Anu is very good teacher and lovable teacher. Oh, very good. Okay, very good. അനു ചായ എങ്ങാനും വാങ്ങി തന്നോ നിങ്ങൾക്ക് ഇത് പറയാനായിട്ട്? Okay, I know you are telling this is sincerely. Before I joined Anu's class, I don't English speak. ഓ, അനുവിന്റെ ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പറയില്ലായിരുന്നു അല്ലേ? Okay. Never. Oh. But What about your confidence? Are you confident now to speak in English? No confidence. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മാഡം പേടിക്കണ്ട. മാഡം ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അനുവിന്റെ ഗ്രൂപ്പിലായാലും എൻ്റെ ഗ്രൂപ്പിലായാലും എല്ലാം പഠിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരോട് സംസാരിക്കുമ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് സംസാരിച്ച് ഫ്ലുവൻസി മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. അപ്പോൾ കോൺഫിഡൻസ് തനിയെ വന്നോളും മാഡം. കോൺഫിഡൻസ് വരുത്താനായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലുവൻസി വരുത്താൻ മാത്രം ശ്രമിച്ചാൽ മതി. അപ്പോൾ അനുവിൻ്റെ ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. ഇങ്ങനെ 2 കാര്യം ചെയ്താൽ മതി. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോ. ഞാൻ പഠിപ്പിച്ചു. ഇടയ്ക്ക് ഞാന് പഠിപ്പിച്ചതിന് ശേഷം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിപ്പിച്ചതിന് ശേഷം പഠിച്ചു വന്ന സീനിയർ സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ ടീച്ചേഴ്സ് ആക്കി നിയമിച്ചു. അതായത് അവരുടെ അണ്ടറിൽ കുറെ സ്റ്റുഡൻസിനെ കൊടുത്തിട്ട് ഇവരെ എല്ലാം പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു, ടീച്ചർമാരാക്കി. അപ്പൊ ഇവർക്ക് കുറച്ചുകൂടി അങ്ങനെ ആക്കിയപ്പോ ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും കുറച്ചുകൂടി ഉണ്ടാകാനും ഇടയായി. അങ്ങനെ ഒരു നിയമനം അവർക്ക് അസൈൻ ചെയ്തപ്പോ നല്ല ഗ്രാമർ, ഇവർക്കൊക്കെ നന്നായിട്ട് ഗ്രാമർ അറിയാം. ഗ്രാമർ ചോദിച്ചാൽ പറഞ്ഞു അത്രയ്ക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിയാവുന്ന ആണ് ഈ ഹസീന ഇവരെ. ഓക്കെ, അനു മാഡം, അനു മാഡം പറഞ്ഞപ്പോ ഈ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള അതേ ആശയങ്ങൾ തന്നെയാണ് അനു മാഡത്തിന്റെ മനസ്സിലും തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അറിവ് 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അനു മാഡം ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും സാറേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ ബുക്കാണ് എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് നമ്മുടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോ അവരോടൊപ്പം നമ്മൾ പഠിക്കണം. ആദ്യം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആരും ടീച്ചേഴ്സ് അല്ല, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷൻസി കടന്നു വന്നവരാരും അല്ല. അതായത് കുട്ടികളുടെ പേരൻസ്. അപ്പൊ ഞാനും അങ്ങനെ ഒരു പേരന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ കാര്യം എന്താണെന്ന് കുട്ടികൾക്ക് ഒരു ഗ്രാമർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു എന്താണെന്നുള്ളത്. അപ്പൊ ആ രീതി മനസ്സിലായപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ആ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും ഫോളോ ചെയ്തത്. അപ്പൊ വേറൊരാൾക്ക് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ബ്രെയിൻ അതങ്ങ് ക്യാച്ച് ചെയ്യണം. അതെ, അനു മാഡം, ഞാൻ ഈ ഗ്രൂപ്പിലെ ഓരോരുത്തരോടും പറയുന്ന പോയിന്റ് ആണ് ഇപ്പൊ അനു മാഡം ഇങ്ങനെ തിരിച്ചു പറയുന്നത്. അതായത് നമ്മള് മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ നമ്മുടെ അറിവ് 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു ആശയമാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ അനു മാഡം ചെയ്തിട്ടുള്ളത്. അനു മാഡത്തിന്റെ സക്സസിന്റെ പുറയിൽ ആ ഒരു മെത്തേഡാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് മടിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ മടി വിചാരിച്ചിരുന്നാൽ അവരുടെ അറിവ് വർദ്ധിക്കില്ല. അതിപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടില്ല. മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മടിയും പിശുക്കുമാണ്. അവർ ചിലർ പറയും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി പോകുന്ന ആൾക്കാരുണ്ട്. അവരെങ്ങനെയാണ് നന്നാവുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും അനു മാഡം പ്രാവർത്തികമാക്കിയ ഈ ഒരു മെത്തേഡ് ഒരു വണ്ടർഫുൾ മെത്തേഡാണ്.
Hello, good morning, sir. ആരാണത്? പേരെന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. Good evening. Good evening. I am Vijay from Bangalore. Okay, madam. Come on. This is a good platform, Okay. sir. Okay. When I am in Anu group now. Okay. What is your experience? I am only about introduce myself. Okay. Now I am a little bit improved. Oh, very good. What about your confidence? Are you confident to talk with other members? Daily 2-3 members I call. Oh, very good. Madam, that is a very good practice. You should continue this. If you call 2 or 3 members every day, you can see miracle. Miracle means you will improve your fluency and confidence. So don't stop this habit. Okay. Okay. Then who is next? Thank you, doctor. Okay. Thank you, sir. madam. Thank you, madam. Okay. Hello, madam. Next. Hello. Hello. Yes. Sir. Good evening, madam. I am Susan. I am Susan from Kollam. Oh, Susan, madam. What is your experience? You please share your experience. അനൂസിന്റെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് അധികം ദിവസമായില്ല. ഏറ്റവും ഇളയ കുട്ടിയാണ് ഞാൻ. Very good. Okay. The elder, but her younger. Okay, madam. You കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. കുറേ ദിവസം പ്രാക്ടീസ് ചെയ്തോളൂ. ചെയ്യുമ്പോൾ മാഡത്തിന്റെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് മാഡത്തിന് കാണാം. അതിശയം തോന്നുന്ന രീതിയിൽ ഇംപ്രൂവ് ആയിക്കോളൂ. ഓക്കെ. താങ്ക് യു സർ. വേറെന്താ പറയാ? സാറിന്റെ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് ഇംപ്രൂവ്മെന്റ് എനിക്ക് ഉണ്ട്. ഐ നോ വെരി വെൽ. ഓ, വെരി ഗുഡ്. താങ്ക് യു ഫോർ എവറിത്തിങ്. Okay. Hello. Arana. Yes, come on, madam. New madam. Good evening, sir. Good evening, I madam. am Kristyama from Chetala. Nice. I remember, sir. Yes. In the last 4 months ago, I speak. Yes. Okay, madam. Speak. 4 months ago, I spoke to you എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്നോട് സംസാരിച്ചെന്ന് പറയാം. 4 months ago, I spoke to you. Yes. 4 months ago, I spoke to you. At that time, spoke to you. At that time, I am very afraid. No words out of my mouth. Yes. But this time, I am very confident. Very good. Sir taught introduction class. This is very improvement in the speaking English. Okay, very good. Sir, teacher, I wish to go my home tomorrow. What is your opinion? May I go tomorrow? Yeah. Sir, this introduction class, sir. എനിക്ക് ഓർമ്മയുണ്ട്. ഇത്തരം കുറച്ച് ചെറിയ വാക്കുകൾ തുടക്കത്തിലെ പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മാഡത്തിന് മാഡം നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ അതെല്ലാം. I calling in every day. First time I calling 7 members, 6 members every day. Okay. But this time only 3 members or 2 members every day. Okay. Because every day anything problem for me. Oh, don't worry, madam. If you have some problem, you need not call. And if you are totally free, you come to the group and call other members. Okay. Okay, sir. Okay, that is good. Anu, madam, do you have anything to ask? സാറേ വേറെ ഒന്നുമില്ല. സാറ് വന്നതിലുള്ള സന്തോഷമേ ഉള്ളൂ. നമുക്ക് വേറൊരു അവസരം കൂടെ സാർ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാം നമ്മുടെ കൂട്ടുകാരോടൊപ്പം. But madam, today you were talking only in Malayalam. I request you to speak in English for 1 or 2 minutes. Okay.
Of course. Okay, madam, what is your next in future program? What is your future program about teaching others? Already we actually I stopped my English grammar classes because everyone is already just and completed their section, Okay. grammar section. Ah. So they don't want in more. And new members, I never accept any new members because Okay. I don't have much time to teach. Now I am in Malappuram. This is not my place, and my place is in Kottayam. Okay. This is my work place, and sometimes I will have to go my native, and sometimes return back to here, and so I don't get the time to teach. So I just stopped my teaching classes, and so anybody just and if they have any doubt, definitely I can just I mean clear their Okay. doubt. Okay, madam.